വെൽക്കം എവരിവൺ. ഇപ്പോൾ ഒരു തിയറി ഓഫ് മെഷീൻസിൽ കൈനമാറ്റിക് ലിങ്ക് എന്താണ്, കൈനമാറ്റിക് ചെയിൻ എന്താണ്, കൈനമാറ്റിക് പെയർ എന്താണ്, മെക്കാനിസം എന്താണ്, മെഷീൻ എന്താണ്, ഇതൊക്കെ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഇക്വലന്റ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു മെക്കാനിസത്തിലെ ടേണിംഗ് പെയറുകൾക്ക് പകരം സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡമോ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമോ ഉള്ള വേറൊരു പെയർ വെച്ച് റീപ്ലേസ് ചെയ്താൽ, ടേണിംഗ് പെയറിനെ മാറ്റി സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡമുള്ള ഒരു പെയറോ അല്ലെങ്കിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമുള്ള ഒരു പെയറോ വെച്ച് റീപ്ലേസ് ചെയ്താൽ നമുക്കൊരു ഇക്വലന്റ് മെക്കാനിസം കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നമുക്കിപ്പോൾ കിട്ടിയ ഇക്വലന്റ് മെക്കാനിസത്തിൻ്റെയും നമുക്ക് ആദ്യത്തെ മെക്കാനിസത്തിൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് 3 രീതിയിൽ നമുക്ക് അങ്ങനെ അതിനെ ചെയ്യാം, അല്ലെങ്കിൽ 3 രീതിയിൽ ടേണിംഗ് പെയറിനെ നമുക്ക് സ്ലൈഡിംഗ് പെയർ ആക്കി മാറ്റാം. ടേണിംഗ് പെയറിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് സ്ലൈഡിംഗ് പെയർ വെക്കാം. അപ്പോൾ ഫിഗർ എ നോക്കുക. ഫിഗർ എയിൽ ഡി എന്ന് പറയുന്ന ടേണിംഗ് പെയറിനെ മാറ്റി നമ്മൾ സ്ലൈഡിംഗ് പെയർ വെച്ചു. അപ്പോൾ നമുക്കൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം കിട്ടി. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം രണ്ടിനും സെയിം ആയിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇക്വലന്റ് മെക്കാനിസം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിങ്ക് സി ഡിയുടെ ലെങ്ത് ഫിഗർ ബിയിൽ അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എത്തിയപ്പം ഇൻഫിനിറ്റി ആകുകയാണ് ചെയ്തത്. നമുക്ക് ചിലപ്പോൾ ഫിഗറിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അത് 0 ആണ് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. പക്ഷേ ലിങ്ക് സി ഡിയുടെ ലെങ്ത് ഇൻഫിനിറ്റിയിലേക്ക് മാറുകയാണ് ചെയ്തത്. കാരണം ടേണിംഗ് പെയർ സി നമ്മൾ എടുക്കുമ്പോൾ അതൊരു ആർക്കിലായിരുന്നു അത് മൂവ് ചെയ്യുന്നുണ്ട്, ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ടേണിംഗ് പെയർ സി ഒരു ആർക്ക് മൂവ്മെന്റ്, ആർക്കിൽ ഒരു ആർക്കിന്റെ പാത്തിൽ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാത്ത് ആർക്കായിരുന്നു. പക്ഷെ ഇവിടെ സി നമ്മൾ സൈഡ് ക്രാങ്ക് മെക്കാനിസത്തിൽ എടുത്തപ്പോൾ സി ഒരു ലീനിയർ മോഷനാണ് ആയിട്ട് മാറി. സിയുടെ മൂവ്മെന്റ് ഒരു ലീനിയർ ലൈനിലായിട്ട് മാറി. അപ്പോൾ അതിനർത്ഥം ഇൻഫിനിറ്റിയിൽ സെൻറ്റർ പോയിന്റ് ഉള്ള ഒരു ആർക്ക്, ഇൻഫിനിറ്റിയിൽ സെൻറ്റർ പോയിന്റ് ഉള്ള ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റിയിൽ സെൻറ്റർ പോയിന്റ് ഉള്ള ഒരു ആർക്കിൻ്റെ പാത്തിൽ കൂടെയാണ് സി എന്ന് പറഞ്ഞ ടേണിംഗ് പെയർ മൂവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം സി ഡി എന്ന് പറയുന്ന ലിങ്കിൻ്റെ ലെങ്ത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ ലിങ്ക് 4ൻ്റെ ലെങ്ത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ ഇൻഫിനിറ്റി ആണ്. അതും അല്ലെങ്കിൽ സ്ലൈഡറിൻ്റെ ലെങ്ത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ ഇൻഫിനിറ്റി ആണ്. സ്ലൈഡറിൻ്റെ മാത്രമല്ല ഫ്രെയിമിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റി ആണ്. കാരണം എ ഡി ആണ് ഫ്രെയിമിൻ്റെ ലെങ്ത്, ഡി എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ എ ഡിയും ഇൻഫിനിറ്റി ആണ്, സി ഡിയും ഇൻഫിനിറ്റി ആണ്. ഇനി മറ്റ് ഇക്വലന്റ് മെക്കാനിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ടേണിംഗ് പെയറിന് പകരം സ്പ്രിംഗ് പെയർ വയ്ക്കുക. ഫിഗർ സി നോക്കുക. ഫിഗർ സിയിൽ 4, 5 എന്ന് പറഞ്ഞ ടേണിംഗ് പെയറിന് പകരം നമ്മൾ സ്പ്രിംഗ് പെയർ വെച്ചു. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സ്പ്രിംഗ് പെയറിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പകരം ഒരു 2 ലിങ്ക് ഉള്ള ഒരു ടേണിംഗ് പെയർ വയ്ക്കുക. എന്നിട്ട് വേണം നമുക്ക് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു ഇക്വലന്റ് മെക്കാനിസം നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ടേണിംഗ് പെയറിന് പകരം ക്യാം പെയർ നമ്മൾ വയ്ക്കുന്നു. അപ്പോൾ നമുക്കൊരു ഇക്വലന്റ് മെക്കാനിസം കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, ഫിഗർ ബിയിലുള്ള ബി എന്ന് പറഞ്ഞ ടേണിംഗ് പെയർ, ഫിഗർ ബിയിൽ ബി എന്ന് പറഞ്ഞ ടേണിംഗ് പെയർ 2, 3 എന്ന് പറഞ്ഞ ടേണിംഗ് പെയറിന് പകരം നമ്മളൊരു ക്യാം പെയർ വയ്ക്കുമ്പോൾ നമുക്കൊരു ക്യാം ഫോളോവർ മെക്കാനിസം കിട്ടും. ഇതിൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആയിരിക്കും. അപ്പോൾ ഫിഗർ എ, ഫിഗർ ബി, ഫിഗർ ഡി അത് മൂന്നും ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇക്വലന്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി ഒരു 4 ബാർ ചെയിൻ, അതിന് മറ്റൊരു പേരാണ് കോർട്ടിക് സൈക്കിൾ ചെയിൻ. അതെന്താണെന്ന് നമുക്കറിയാം, ഒരു 4 ലിങ്കുകളുടെ അല്ലെങ്കിൽ 4 കൈനമാറ്റിക് പേഴ്സുകളുടെ ഒരു കോമ്പിനേഷനാണ് 4 ബാർ ചെയിൻ. അതൊരു സിമ്പിൾ കൈനമാറ്റിക് ചെയിനാണ്. 4 ബാർ ചെയിനിൽ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാം. ക്രാങ്ക് എന്ന് പറഞ്ഞാൽ എ ലിങ്ക് ദാറ്റ് മേക്സ് കംപ്ലീറ്റ് റെവല്യൂഷൻ. ഒരു ലിങ്ക് ഫുൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുൾ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രാങ്ക് എന്ന് പറയും. വെറുതെ ഓസിലേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനെ റോക്കർ എന്ന് പറയും. റോക്കറിന് മറ്റൊരു പേരാണ് ലിവർ. അപ്പോൾ അത് റൊട്ടേറ്റ്സ് ബട്ട് ഓൾവേസ് ലെസ് ദാൻ 360 ഡിഗ്രി ആൻഡ് ഇറ്റ് ഓസിലേറ്റ്സ് ഓൺലി. ഇനി കപ്ലർ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ലിങ്ക് ഉണ്ടാവും, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലിങ്കാണ് കപ്ലർ എന്ന് പറയുക. ഫിക്സഡ് ലിങ്കിന് ഫ്രെയിം എന്നും പറയും. നമ്മൾ ഈ രണ്ടാമത്തെ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏതെങ്കിലും ഒരു ചെയിനിലോ മെക്കാനിസത്തിലോ ലിങ്കേജ് നമ്മൾ എടുക്കുകയാണ്, അതിൽ ഒരു ലിങ്കിൻ്റെ ലെങ്ത് ബാക്കി എല്ലാ ലിങ്കുകളുടെ ലെങ്ത്തിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മെക്കാനിസം സാധ്യമല്ല. അപ്പം ഈ ലെങ്ത് ഓഫ് എനി വൺ ലിങ്ക് ഇസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് അതർ ലിങ്ക്സ് ദെൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫോം എ ലിങ്കേജ് അല്ലെങ്കിൽ ചെയിൻ അല്ലെങ്കിൽ മെക്കാനിസം. ആ ഫിഗറിൽ നിന്ന് നമുക്ക്
പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇൻവേർഷൻസ് ഓഫ് എ മെക്കാനിസം നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു കൈനമാറ്റിക് ചെയിനിൻ്റെ അല്ലെങ്കിൽ ഒരു കൈനമാറ്റിക് ചെയിനിൻ്റെ ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവേർഷൻ കിട്ടും, പ്രൊവൈഡഡ് ദാറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെക്കാനിസം കിട്ടും, പ്രൊവൈഡഡ് ദാറ്റ് ദ റിലേറ്റീവ് മോഷൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ്. അപ്പോൾ ഒരു കൈനമാറ്റിക് ചെയിൻ എടുക്കുക, ഇനി n നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് n നമ്പർ ഓഫ് ലിങ്ക്സിനെ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ആ പല ലിങ്കുകളെ ഫിക്സ് ചെയ്ത് പല മെക്കാനിസം കിട്ടുന്നതിനാണ് നമുക്ക് ഇൻവേർഷൻസ് എന്ന് പറയാം. അങ്ങനെ കിട്ടുന്നതിനാണ് ഇൻവേർഷൻസ് എന്ന് പറയുക. അപ്പോൾ നമ്പർ ഓഫ് ഇൻവേർഷൻസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലിങ്ക്സിനോട് ഈക്വൽ ആയിരിക്കും. കാരണം ഓരോ ലിങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മെക്കാനിസംസ് കിട്ടുന്നു, അപ്പോൾ ഓരോ ഇൻവേർഷൻസ് കിട്ടുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഇൻവേർഷൻസ് പോസിബിൾ ഈക്വൽ നമ്പർ ഓഫ് ലിങ്ക്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലിങ്കുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷനിൽ ഈ ഇൻവേർഷന് ഒരു എഫക്റ്റീവ് ഇല്ല. റിലേറ്റീവ് മോഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പം രണ്ട് ലിങ്കുകൾ തമ്മിൽ ടേണിംഗ് പെയർ ആണെങ്കിൽ അല്ലെങ്കിൽ റിവോൾവ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. രണ്ട് ലിങ്കുകൾ തമ്മിൽ സ്ലൈഡിംഗ് ആണ്, അതിൻ്റെ റിലേറ്റീവ് മോഷൻ സ്ലൈഡിംഗ് ആണെങ്കിൽ, ലീനിയർ മോഷൻ ആണെങ്കിൽ അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഫോർ ബയർ മെക്കാനിസത്തിൻ്റെ ഇൻവേർഷൻസ് നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് നമുക്ക് പഠിക്കാം ഗ്രിഷോഫ്സ് ലോ പഠിക്കാം. അപ്പോൾ ഗ്രിഷോഫ്സ് ലോ പറയുന്നത് ഒരു ഫോർ ബയർ മെക്കാനിസത്തിൽ ഏതെങ്കിലും ഒരു ലിങ്കിന് റിവോൾവിംഗ് റെവല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെയും ലോങ്ങസ്റ്റ് ലിങ്കിൻ്റെയും സമ്മ് ബാക്കി രണ്ട് ലിങ്കുകളുടെ സമ്മിനേക്കാൾ കൂടാൻ പാടില്ല. ഇക്വേഷനിൽ നമുക്ക് ഇങ്ങനെ പറയാം, എസ് പ്ലസ് എൽ, എസ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെ ലെങ്ത്, എൽ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ലിങ്കിൻ്റെ ലെങ്ത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ പി പ്ലസ് ക്യൂ, അല്ലെങ്കിൽ എസ് പ്ലസ് എൽ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. എസ് പ്ലസ് എൽ ലെസ് ദാൻ പി പ്ലസ് ക്യൂ, എസ് പ്ലസ് എൽ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് പറയാം. ഇവിടെ നമുക്ക് നോക്കാം, ഷോർട്ടസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന ഗ്രീൻ കളറിലുള്ള ലിങ്ക് ഷോർട്ടസ്റ്റ് ലിങ്കാണ്, ലോങ്ങസ്റ്റ് ലിങ്ക് ബ്ലൂ കളർ. ഇത് അടുത്തടുത്താവണമെന്നില്ല, ഓപ്പോസിറ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഗ്രിഷോഫ്സ് ലോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ലിങ്കുകളിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ നമുക്ക് റെവല്യൂഷൻ നമുക്ക് ലഭ്യമാവും. ഇപ്പോൾ ഗ്രിഷോഫ്സ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലോ അപ്പോഴും നമുക്കൊരു മെക്കാനിസം കിട്ടും. ആ മെക്കാനിസത്തിൻ്റെ പേരാണ് ഡബിൾ റോക്കർ മെക്കാനിസം, അല്ലെങ്കിൽ അതിന് ട്രിപ്പിൾ റോക്കർ മെക്കാനിസം എന്നും പറയാറുണ്ട്. കാരണം ഇതിൻ്റെ മൂന്ന് ലിങ്കുകളും, ഫിക്സഡ് ലിങ്ക് ഒഴികെയുള്ള മൂന്ന് ലിങ്കുകളും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ട്രിപ്പിൾ റോക്കർ മെക്കാനിസം എന്നോ ഡബിൾ റോക്കർ മെക്കാനിസം എന്ന് പറയുന്നത്. ഗ്രിഷോഫ്സ് ലോ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് മെക്കാനിസം കിട്ടും, പക്ഷേ ആ മെക്കാനിസമാണ് ഡബിൾ റോക്കർ മെക്കാനിസം. ഇനി ഇൻവേർഷൻസ് ഓഫ് എ ഫോർ ബാർ മെക്കാനിസം. അപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് ലിങ്കിനെ വെച്ചിട്ടാണ് ഇൻവേർഷൻസ് പറയുക. അപ്പോൾ ആദ്യം ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്തു. ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെക്കാനിസമാണ് ഡബിൾ ക്രാങ്ക് മെക്കാനിസം. അതായത് ഷോർട്ടസ്റ്റ് ലിങ്കിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് ലിങ്കുകളും റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഡബിൾ ക്രാങ്ക് മെക്കാനിസം. രണ്ട് ക്രാങ്കുകൾ നമുക്ക് ഈ മെക്കാനിസത്തിൽ കിട്ടും. സെക്കൻഡ് ഇൻവേർഷൻ, ഇപ്പോൾ ഷോർട്ടസ്റ്റ് ലിങ്ക് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ഷോർട്ടസ്റ്റ് ലിങ്കിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലിങ്ക് ഫിക്സ് ചെയ്യണം. ഫിക്സ് ലിങ്ക് ഓപ്പോസിറ്റ് ടു ഷോർട്ടസ്റ്റ് ലിങ്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡബിൾ റോക്കർ മെക്കാനിസം. ഇത് ഗ്രിഷോഫ്സ് ലോ സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പോൾ കിട്ടുന്ന ഡബിൾ റോക്കർ മെക്കാനിസം പോലെയല്ല. കാരണം ഇവിടെ നമുക്ക് ഫിഗറിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കപ്ലർ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രിഷോഫ്സ് ലോ ഇവിടെയും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഗ്രിഷോഫ്സ് ലോ കണ്ടീഷൻ ഇവിടെയും നമുക്ക് എടുക്കാം. ഏതെങ്കിലും ഒരു ലിങ്കിന് റെവല്യൂഷൻ ലഭിക്കണമെങ്കിൽ എസ് പ്ലസ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്നാണ് ഗ്രിഷോഫ്സ് ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, കപ്ലറിന് റിവോൾവിംഗ് മോഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു ആപ്ലിക്കേഷനാണ് വാട്ട്സ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഈ തേർഡും ഫോർത്തും ഇൻവേർഷൻ സെയിം ആണ്. അതായത് ഷോർട്ടസ്റ്റ് ലിങ്കിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ലിങ്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഷോർട്ടസ്റ്റ് ലിങ്കിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ലിങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ ക്യൂ എന്ന് പറഞ്ഞ ലിങ്ക് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ എൽ എന്ന് പറഞ്ഞ ലിങ്ക് ഫിക്സ് ചെയ്യാം. ഏത് വേണമെങ്കിലും ലിങ്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന മെക്കാനിസമാണ് ക്രാങ്ക് റോക്കർ മെക്കാനിസം, അല്ലെങ്കിൽ ക്രാങ്ക് ലിവർ മെക്കാനിസം, അല്ലെങ്കിൽ റോട്ടറി ഓസിലേറ്റിംഗ് കൺവെർട്ടർ. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ബീം എഞ്ചിൻ. ഇവിടെ ബോട്ടം കോർണർ കാണിച്ചേക്കുന്ന ഫിഗറാണ് ബീം എഞ്ചിൻ. അപ്പോൾ ഇതിനൊരു ക്രാങ്ക് ഉണ്ടായിരിക്കും, അത് റൊട്ടേറ്റ് ചെയ്യും, ക്രാങ്ക് എപ്പോഴും റൊട്ടേറ്റ് ആണ് ചെയ്യുക. പിന്നെ ഇതിനൊരു റോക്കർ ഉണ്ടായിരിക്കും. DC എന്ന് പറയുന്നതാണ് റോക്കർ, AB എന്ന് പറയുന്നതാണ് ക്രാങ്ക്. അതിനൊരു കപ്ലറുണ്ട്.
ഇപ്പം ബീം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ സ്റ്റീം എഞ്ചിൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഫിഗറിൽ ഈ സിലിണ്ടറിൽ ഉള്ള പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് ക്രാങ്ക് റിവോൾവ് ചെയ്യും. ക്രാങ്കിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കൊരു റൊട്ടേറ്റിംഗ് മോഷൻ കിട്ടും. അതാണ് ബീം എഞ്ചിൻ. ഇനി പമ്പ് ജാക്ക് ഇൻ ഓയിൽ റിഗ്. അപ്പം ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ഇവിടെ ഒരു ക്രാങ്ക് ഉണ്ട്. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഒരു റോക്കറുണ്ട്. ആ റോക്കർ ഓസിലേറ്റ് ചെയ്യും. ഈ റോക്കർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഭാഗം ഒരു റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ പമ്പിലേക്കായിരിക്കും അതിൻ്റെ എൻഡ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പിസ്റ്റൺ പമ്പ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പമ്പ് ജാക്കിന് ഓയിൽ റിഗ് ഉപയോഗിക്കുക. ഓയിൽ റിഗിൽ ഒരു പമ്പ് ജാക്ക് ഉപയോഗിക്കുന്നത് അതിൻ്റെ പിസ്റ്റൺ പമ്പ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേർഡ് ആൻഡ് ഫോർത്ത് ഇൻവേർഷൻ സെയിം ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ബീം എഞ്ചിൻ. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പണ്ട് കാലത്ത് ഓൾഡർ സ്റ്റീം എഞ്ചിൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു എക്സാമ്പിൾ ആണ് പമ്പ് ജാക്ക് ഇൻ ഓയിൽ റിഗ്. ഇൻവേർഷൻസ് ഓഫ് മെക്കാനിസം നമ്മൾ അടുത്ത കണ്ടീഷൻ എടുക്കുക. S+L = P+Q എന്ന് പറഞ്ഞ കേസ് എടുക്കുക. അപ്പം എസും എല്ലും പിയും ക്യൂവും എല്ലാം വ്യത്യസ്തമാണ്. അതിൻ്റെ ആ ലെങ്ത്തുകളെല്ലാം വ്യത്യാസമാണെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ അതേ ഇൻവേർഷൻസ് നമുക്ക് കിട്ടും. അതായത് ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്യുക, അപ്പോൾ ഡബിൾ ക്രാങ്ക് മെക്കാനിസം കിട്ടും. ഷോർട്ടസ്റ്റ് ലിങ്കിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലിങ്ക് ഫിക്സ് ചെയ്യുക, അപ്പോൾ ഡബിൾ റോക്കർ മെക്കാനിസം കിട്ടും. ഷോർട്ടസ്റ്റ് ലിങ്കിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ലിങ്ക് ഫിക്സ് ചെയ്യുക, അപ്പോൾ ക്രാങ്ക് റോക്കർ മെക്കാനിസം കിട്ടും. ഇനി ഇത് പോരാ, ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെ ലെങ്ത്തും മെക്കാനിസത്തിലെ മറ്റൊരു ലിങ്കിൻ്റെ ലെങ്തും ഈക്വലാണ്. അതേപോലെ തന്നെ ലോങ്ങസ്റ്റ് ലിങ്കിൻ്റെ ലെങ്ത്തും മെക്കാനിസത്തിൻ്റെ മറ്റൊരു ലിങ്കിൻ്റെ ലെങ്ത്തും ഈക്വലാണ്. S = P, L = Q എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ട് കേസസ് ഉണ്ട് അവിടെയും. ഒന്ന് പാരലലോഗ്രാം ലിങ്കേജ്. ഫിഗർ കാണിച്ചേക്കുന്നത് ഇവിടെ ആനിമേഷനിൽ കാണിച്ചേക്കുന്ന ഒരു പാരലലോഗ്രാം ലിങ്കേജ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ബിഹേവിയർ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പ്രോപ്പർ ഗൈഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ഡയറക്ഷനിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പം ഇവിടെ ആനിമേഷനിൽ കാണിച്ചേക്കുന്നത് രണ്ട് രീതിയിൽ ഇതിന് മൂവ്മെൻ്റ് ഉണ്ടാവാം. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇതിൻ്റെ എല്ലാ ലിങ്കുകളും ഒറ്റ ലൈനിൽ തന്നെ വരും. ഈ പോയിന്റിൽ ഇതിൻ്റെ എല്ലാ ലിങ്കുകളും ഒറ്റ ലൈനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ഇടതുവശത്ത് ഉള്ള ലിങ്കിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഒരു റോട്ടറി മോഷൻ കൊടുക്കുന്നു. അപ്പോൾ വലതുവശത്തുള്ള ലിങ്കും റൊട്ടേറ്റ് ചെയ്യുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് റോട്ടറി മോഷൻ കൊടുക്കുന്നു. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. ഇതെല്ലാം കൂടെ കൊലീനിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ താഴെ കാണിച്ചേക്കുന്നത് പോലെ ഈ ലിങ്കിന് ആ റോട്ടറി മോഷൻ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അത് തിരിച്ച് ഓസിലേറ്ററി മോഷൻ, അതായത് 180 ഡിഗ്രിയിലുള്ള ഒരു ഓസിലേറ്ററി മോഷനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് പാരലലോഗ്രാം ലിങ്കേജ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രോപ്പർ ഗൈഡ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഒന്നല്ലെങ്കിൽ നമുക്കിപ്പോൾ ആവശ്യം ഒരു റോട്ടറി മോഷൻ ആണെങ്കിൽ ഗൈഡ് വേസ് കൊടുത്തില്ലെങ്കിൽ അത് ഓസിലേറ്ററി മോഷൻ തന്നെ ഔട്ട്പുട്ടിൽ ലഭ്യമാകാം. അപ്പോൾ ഇതിനൊരു ആപ്ലിക്കേഷനാണ് കപ്ലിംഗ് റോഡ് ഓഫ് എ ലോക്കോമോട്ടീവ്. ട്രെയിനിൽ വീലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്ലിംഗ് റോഡ്. ഇനി രണ്ടാമത്തെ കേസാണ് S = P, L = Q എന്ന് പറഞ്ഞ രണ്ടാമത്തെ കേസാണ് ഡെൽറ്റോഡി ലിങ്കേജ്. ഡെൽറ്റോഡി ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ലിങ്കുകൾ രണ്ടും ഒരുമിച്ച് വയ്ക്കുക, ലോങ്ങസ്റ്റ് ലിങ്കുകൾ രണ്ടും ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ കിട്ടുന്ന ലിങ്കേജിനാണ് ഡെൽറ്റോഡി ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ലോങ്ങസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്ത് നമുക്കൊരു ഇൻവേർഷൻ ലഭിക്കും. ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്താൽ നമുക്ക് മറ്റൊരു ഇൻവേർഷൻ ലഭിക്കും. അപ്പോൾ ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്താൽ ലഭിക്കുന്ന ഇൻവേർഷനാണ് ലോങ്ങസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇൻവേർഷനാണ് ക്രാങ്ക് റോക്കർ മെക്കാനിസം. ആദ്യത്തെ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ക്രാങ്ക് റോക്കർ മെക്കാനിസം. ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്താൽ കിട്ടുന്ന ഇൻവേർഷനാണ് ഡബിൾ റോക്കർ മെക്കാനിസം. അപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്താൽ നമുക്ക് ഡബിൾ റോക്കർ മെക്കാനിസം ആണ് കിട്ടുക. ഈ 4 ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഏതൊക്കെ ടൈപ്പ് മെക്കാനിസം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഇതെല്ലാം ഗ്രഷോസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഗ്രഷോസ് ലോ എന്താണ്? സം ഓഫ് ഷോർട്ടസ്റ്റ് ലിങ്ക് പ്ലസ് ലോങ്ങസ്റ്റ് ലിങ്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് റിമൈനിങ് 2 ലിങ്ക്സ്. ഇപ്പോൾ ഇവിടെ എടുക്കുക സം ഓഫ് ഷോർട്ടസ്റ്റ് ലിങ്ക്, ഫിഗർ A എടുക്കുക. സം ഓഫ് ഷോർട്ടസ്റ്റ് ലിങ്ക് 5 + 9, ഇവിടെ 7 + 3. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ 14 ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഗ്രഷോസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒരു ഡബിൾ
റോക്കർ മെക്കാനിസമാണ്. റിസോഴ്സിൽ സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പോൾ നമുക്ക് കിട്ടുന്ന മെക്കാനിസമാണ് ഡബിൾ റോക്കർ മെക്കാനിസം, അല്ലെങ്കിൽ ട്രിപ്പിൾ റോക്കർ മെക്കാനിസം എന്ന് പറയാം. ഈ ഫിഗർ ബി നോക്കുക. സം ഓഫ് ഷോർട്ടസ്റ്റ് ലിങ്ക് L4 + 9 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. 7 + 7 13 ≤ 14 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഷോർട്ടസ്റ്റ് ലിങ്കാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മെക്കാനിസമാണ്, ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെക്കാനിസമാണ് ഡബിൾ ക്രാങ്ക് മെക്കാനിസം. ഫിഗർ സി എടുക്കുക. S+L < P + Q. സം ഓഫ് ഷോർട്ടസ്റ്റ് ലിങ്ക്. ഫിഗർ സിയിൽ ഷോർട്ടസ്റ്റ് ലിങ്ക് 5 ആണ്, ലോങ്സ്റ്റ് ലിങ്ക് 10. മറ്റ് ലിങ്കുകളുടെ 7 + 9 7 + 9 15 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ലിങ്ക് ഓപ്പോസിറ്റ് ടു ഷോർട്ടസ്റ്റ് ലിങ്ക് ഈസ് ഫിക്സഡ്. ലിങ്ക് ഓപ്പോസിറ്റ് ടു ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഡബിൾ റോക്കർ മെക്കാനിസം. ഡബിൾ റോക്കർ മെക്കാനിസം. ആ ഷോർട്ടസ്റ്റ് ലിങ്കിന് ഒരു റൊട്ടേറ്റിംഗ് മോഷൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മളത് ശ്രദ്ധിച്ചാൽ മതി. ഷോർട്ടസ്റ്റ് ലിങ്കിന് മിക്കവാറും റൊട്ടേറ്റിംഗ് മോഷൻ ആയിരിക്കും. ഷോർട്ടസ്റ്റ് ലിങ്ക് മുകളിലാണെങ്കിൽ റൊട്ടേറ്റിംഗ് മോഷൻ ആണെങ്കിൽ, റൊട്ടേറ്റിംഗ് മോഷൻ ആണെങ്കിൽ മറ്റ് രണ്ടും ഓസിലേറ്ററി മോഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഡബിൾ റോക്കർ മെക്കാനിസം. ഇപ്പോൾ ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ്ഡ് ആണെങ്കിൽ മാത്രം അതൊരു ഡബിൾ ക്രാങ്ക് മെക്കാനിസം ഉണ്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഫിഗർ ഡി എടുക്കുക. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. 4 + 10 14 7 + 8 15 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ലിങ്ക് ഏത് ലിങ്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ലിങ്ക് adjacent to ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ്ഡ്. ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ്ഡ് അല്ല. അപ്പോൾ ഇവിടെ ഷോർട്ടസ്റ്റ് ലിങ്കിന് എന്തായാലും റോട്ടറി മോഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്രാങ്ക്, മറ്റേതോ റോക്കർ മെക്കാനിസം, അല്ലെങ്കിൽ റോട്ടറി ഓസിലേറ്റിംഗ് കൺവെർട്ടർ, അല്ലെങ്കിലോ ക്രാങ്ക് ലിവർ മെക്കാനിസം. ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഔട്ട്പുട്ട് ഫോഴ്സ് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഫോഴ്സ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടോർക്ക് ഡിവൈഡ് ബൈ ഇൻപുട്ട് ടോർക്ക് ആയിരിക്കും. നമ്മളൊരു ക്രാങ്ക്, ഡബിൾ ക്രാങ്ക് മെക്കാനിസമോ ക്രാങ്ക് റോക്കർ മെക്കാനിസമോ അല്ലെങ്കിൽ ടോർക്ക് വരുന്ന ഒരു മെക്കാനിസം എടുക്കുക. അപ്പോൾ പവർ ഔട്ട്പുട്ട് ഈസിക്കൽ പവർ ഇൻപുട്ട്, അല്ലെങ്കിൽ പവർ ഇൻപുട്ട് ഈസിക്കൽ പവർ ഔട്ട്പുട്ട്. ഇവിടെ ഫിഗറിൽ നമ്മൾ നോക്കാം. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് 2 എന്ന് പറഞ്ഞ ലിങ്കിലാണ്, ഔട്ട്പുട്ട് നമുക്ക് 4 എന്ന് പറഞ്ഞ ലിങ്കിൽ കിട്ടും. ഇപ്പോൾ T2 ω2 ഈസിക്കൽ T4 ω4. അപ്പം ഔട്ട്പുട്ട് ടോർക്ക് ഡിവൈഡ് ബൈ ഇൻപുട്ട് ടോർക്ക് T4 ഡിവൈഡ് ബൈ T2. അതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസിക്കൽ T4 ഡിവൈഡ് ബൈ T2 ഈസിക്കൽ നമുക്ക് ഇക്വേഷൻ ω2 ഡിവൈഡ് ബൈ ω4. ഇപ്പോൾ ഫിഗറിൽ നിന്ന് നോക്കുക,
ലിങ്ക് 2 റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിങ്ക് 4 ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിങ്ക് 4 രണ്ട് എക്സ്ട്രീം കണ്ടീഷനിൽ സി ഡബിൾ ഡാഷ് ഡി സി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ഡി സി ഡാഷ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ അവിടെ ഒമേഗ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ ടൈമിൽ ആംഗുലർ വെലോസിറ്റി 0 ആണ്. അപ്പോൾ അത് നമ്മളപ്പം ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൽ എടുക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ω2/ω4 ആംഗുലർ വെലോസിറ്റി ഔട്ട്പുട്ടിൽ ആംഗുലർ വെലോസിറ്റി 0 ഇട്ട് കൊടുത്താൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻഫിനിറ്റി കിട്ടുന്ന പൊസിഷനാണ് ടോഗിൾ പൊസിഷൻ എന്ന് പറയുക. ടോഗിൾ പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ടിലുള്ള ഒരു വലിയ റെസിസ്റ്റീവ് ഫോഴ്സിനെ ഇൻപുട്ടിൽ ഒരു ചെറിയ റെസിസ്റ്റീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. അതാണ് ടോഗിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ട്രാൻസ്മിഷൻ ആംഗിൾ എന്താണെന്ന് ചോദിച്ചാൽ കപ്ലറും ഔട്ട്പുട്ട് ലിങ്കും തമ്മിലുള്ള ആംഗിളാണ് ട്രാൻസ്മിഷൻ ആംഗിൾ. എപ്പോഴും ട്രാൻസ്മിഷൻ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു നല്ലൊരു മെക്കാനിസത്തിൽ ട്രാൻസ്മിഷൻ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയോട് അടുത്തായിരിക്കും ഉണ്ടാവുക. ട്രാൻസ്മിഷൻ ആംഗിൾ മിനിമം ഇപ്പോൾ ക്രാങ്ക് ആംഗിൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ക്രാങ്ക് തീറ്റ എന്ന് പറഞ്ഞ ക്രാങ്ക് ആംഗിൾ 0 ആയിരിക്കുമ്പോൾ ട്രാൻസ്മിഷൻ ആംഗിൾ നമുക്ക് മനസ്സിലാവും മിനിമം ആയിരിക്കും. ക്രാങ്ക് ആംഗിൾ 180 ആയിരിക്കുമ്പോൾ ട്രാൻസ്മിഷൻ ആംഗിൾ മാക്സിമം ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു 4 ബാർ മെക്കാനിസത്തിൻ്റെ ഇൻവേർഷൻസ് നമ്മൾ പഠിച്ചു. ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്യുക, ഓപ്പോസിറ്റ് ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്യുക, ലിങ്ക് അഡ്ജസൻറ്റ് ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്യുക. ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്താൽ നമുക്ക് ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ക്രാങ്ക് മെക്കാനിസം ആയിരിക്കും കിട്ടുക. ബാക്കി എല്ലാ മെക്കാനിസത്തിലും ഷോർട്ടസ്റ്റ് ലിങ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓർത്തോളുക. അപ്പോൾ ഓപ്പോസിറ്റ് ടു ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഷോർട്ടസ്റ്റ് ലിങ്കിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഷോർട്ടസ്റ്റ് ലിങ്ക് ഒരു കപ്ലർ ആയിരിക്കും. അപ്പം കപ്ലർ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ബാക്കി രണ്ടെണ്ണം ഓസിലേറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം റോക്കർ ഡബിൾ റോക്കർ മെക്കാനിസം അല്ലെങ്കിൽ ഡബിൾ ലിവർ മെക്കാനിസം ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഫിക്സ് ലിങ്ക് അഡ്ജസ്റ്റൻ്റ് ടു ഷോർട്ടസ്റ്റ് ലിങ്കിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ലിങ്ക് ഫിക്സ് ചെയ്യുക. അപ്പം ഫിക്സഡ് ലിങ്കിന് തൊട്ടടുത്ത് തന്നെയാണ് ഷോർട്ടസ്റ്റ് ലിങ്ക് ഉള്ളത്. അപ്പോൾ ഷോർട്ടസ്റ്റ് ലിങ്ക് റൊട്ടേറ്റ് ചെയ്യും, ക്രാങ്ക് അവിടെ ഉണ്ടാവും, മറ്റേ ലിങ്ക് റോക്കർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്രാങ്ക് റോക്കർ മെക്കാനിസം അല്ലെങ്കിൽ ക്രാങ്ക് ലിവർ മെക്കാനിസം അല്ലെങ്കിൽ റോട്ടറി ഓസിലേറ്റിംഗ് കൺവെർട്ടർ. ഇനി ഇൻവേർഷൻസ് ഓഫ് എ സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഫസ്റ്റ് ഇൻവേർഷൻ നമ്മൾ എടുക്കുക. സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിലെ സാധാരണ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം തന്നെ ലിങ്ക് 1 ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. നോർമൽ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം അതിന് ആപ്ലിക്കേഷൻസ് ആണ് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിൽ പിസ്റ്റൺ ആണ് ഡ്രൈവർ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ ക്രാങ്ക് ആണ് ഡ്രൈവർ. ഇനി അടുത്ത ഇൻവേർഷൻ എടുക്കുക. ലിങ്ക് 2 നമ്മൾ ഫിക്സ് ചെയ്യണം. സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസമാണ്. സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ ലിങ്ക് 2 ഫിക്സ് ചെയ്യുന്നു. അതായത് ലിങ്ക് 2 എന്ന് പറഞ്ഞാൽ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ അതായത് ഫസ്റ്റ് ഇൻവേർഷനിലെ ക്രാങ്കിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് ഇൻവേർഷനിലെ കണക്റ്റിംഗ് റോഡ് ക്രാങ്കായിട്ടും ഫസ്റ്റ് ഇൻവേർഷനിലെ കണക്റ്റിംഗ് റോഡ് ക്രാങ്കായിട്ട് ആക്ട് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഫസ്റ്റ് ഇൻവേർഷനിലെ കണക്റ്റിംഗ് റോഡിൻ്റെ ഒപ്പം തന്നെ ലിങ്ക് 3യും ലിങ്ക് 4ഉം ഒരുമിച്ചാണ് ക്രാങ്കായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി സ്ലൈഡർ ലിങ്ക് 4 ലിങ്ക് 1ൽ കൂടെ ഓസിലേറ്റും ചെയ്യുന്നു അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് വിത്ത്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, റോട്ടറി എഞ്ചിൻ. ഇതൊരു വിത്ത്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിൻ്റെ ലൈൻ ഡയഗ്രമാണ്. ഈ ഗറിൽ വണ്ടി വിത്ത്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ഇപ്പോൾ സ്ലൈഡർ ബി ഡാഷ് ബി ഡബിൾ ഡാഷ് ബി ട്രിപ്പിൾ ഡാഷ് ബി എന്ന് പറഞ്ഞ ആ ഒരു സർക്കിൾ പാത്തിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പോയിന്റ് സി ഡബിൾ ഡാഷ് സി ട്രിപ്പിൾ ഡാഷ് സി ഡാഷ് സി ഡബിൾ ഡാഷ് ആ ഒരു സർക്കിളിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം ലിങ്ക് 1നെ നമ്മൾ ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ലിങ്ക് സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മുട്ടിച്ചിട്ടുണ്ടാവും. സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മളൊരു ലിങ്ക് 5 ആഡ് ചെയ്യുന്നു. സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മളൊരു ലിങ്ക് 5 ആഡ് ചെയ്യുന്നു. ലിങ്ക് 5ൻ്റെ അറ്റത്ത് നമ്മൾ ടൂള് കണക്ട് ചെയ്ത് വെക്കുന്നു. ടൂള് എപ്പോഴും റെസിപ്രോക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ടൂളിപ്പം
ബി എന്ന് പറഞ്ഞ പോയിന്റ് ബി ഡബിൾ ഡാഷിലെത്തുമ്പോൾ ടൂള് എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിലായിരിക്കും ഉണ്ടാവുക, അതായത് ഫോർവേഡ് സ്ട്രോക്കിൻ്റെ തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ലിങ്ക് 3 അല്ലെങ്കിൽ ക്രാങ്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബി ഡാഷ് ബി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ ആ ആർക്കിൽ കൂടെ സ്ലൈഡർ മൂവ് ചെയ്യും. അതിനനുസരിച്ച് സി എന്ന് പറഞ്ഞ പോയിന്റ് സി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ ആർക്കിൽ കൂടെ മൂവ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ടൂള് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിനാണ് ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുക. ആ ഫോർവേഡ് സ്ട്രോക്കിൽ കവർ ചെയ്ത ആംഗിൾ ആണ് ആൽഫ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഫോർവേഡ് സ്ട്രോക്കിൽ കവർ ചെയ്ത ആംഗിൾ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ആൽഫ. ഇനി റിട്ടേൺ സ്ട്രോക്ക് എടുക്കുക. റിട്ടേൺ സ്ട്രോക്കിൽ ബി എന്ന് പറഞ്ഞ സ്ലൈഡർ ബി ഡബിൾ ഡാഷ് ബി ട്രിപ്പിൾ ഡാഷ് ബി ഡാഷ് എന്ന ആർക്കിൽ കൂടെ സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ സി എന്ന് പറഞ്ഞ പോയിന്റ് സി ഡബിൾ ഡാഷ് സി ട്രിപ്പിൾ ഡാഷ് സി ഡാഷ് എന്ന് പറഞ്ഞ സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്രാങ്ക് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ബീറ്റ. ഈ ക്രാങ്കിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്രാങ്കിൻ്റെ റൊട്ടേറ്റിംഗ് മോഷൻ എപ്പോഴും ഒരു സെയിം ആംഗുലർ വെലോസിറ്റിയിലായിരിക്കും ഉണ്ടാവുക. അതിന് ആക്സിലറേഷനോ ഡീസലറേഷനോ ഒന്നുമില്ല. ക്രാങ്കിന് ഒറ്റ സ്പീഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്രാങ്ക് ഒരേ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് ടൂള് ഫോർവേഡ് സ്ട്രോക്കിലും റിട്ടേൺ സ്ട്രോക്കിലും ഫോർവേഡ് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്കും ചെയ്യുന്നു. ഇപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് ബി ഡബിൾ ഡാഷ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ബി ഡാഷ് ബി ഡബിൾ ഡാഷ് എന്ന ആർക്കിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ടൂളിൽ ഒരു ഫോർവേഡ് സ്ട്രോക്ക് കിട്ടും. തിരിച്ച് ബി ഡബിൾ ഡാഷ് ബി ട്രിപ്പിൾ ഡാഷ് ബി ഡാഷ് എന്ന ആർക്കിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു റിട്ടേൺ സ്ട്രോക്കും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആംഗിൾ കവേർഡ് in the forward stroke is equal to alpha and in the return stroke is equal to beta. Alpha is always greater than beta, hence the time for cutting stroke is always greater than time for return stroke. Time of cutting stroke divided by time of return stroke is equal to alpha beta by beta. That will be always greater than 1. സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിലെ ഫസ്റ്റ് ഇൻവേർഷൻ നമ്മൾ പറഞ്ഞു. റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ, സെക്കൻഡ് ഇൻവേർഷൻ എക്സാമ്പിൾ ആണ് വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് റോട്ടറി എൻജിൻ. റോട്ടറി എൻജിനിൽ ഒരു 7 to 9 നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അത് എല്ലാം കൂടെ റേഡിയലി അറേഞ്ച്ഡ് ആയിരിക്കും, എല്ലാം കൂടെ കണക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് റേഡിയലി കണക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് ഇവ ഒരു കോൺസ്റ്റന്റ് അതിൽ ഒരു പർട്ടിക്കുലർ സെന്ററിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന O എന്ന് പറഞ്ഞ സെന്റർ എബൌട്ട് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ പിസ്റ്റണിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻറ്റിന് അനുസൃതമായിട്ടായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ റോട്ടറി എൻജിൻ പണ്ട് എയറോപ്ലെയിൻ എൻജിൻസിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അത് മാറ്റി എയറോപ്ലെയിൻ എൻജിൻസിൽ ജെറ്റ് എൻജിൻ അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ എൻജിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇൻവേർഷൻസ് ഓഫ് എ സിംഗിൾ സൈഡ് ക്രാങ്ക് മെക്കാനിക്സിൽ തേർഡ് ഇൻവേർഷൻ ആണ് ബൈ ഫിക്സിംഗ് ലിങ്ക് 3. അതായത് സിമ്പിൾ സൈഡ് ക്രാങ്ക് മെക്കാനിസത്തിലെ കണക്റ്റിംഗ് റോഡിനെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ആ സൈഡ് ക്രാങ്ക് മെക്കാനിക്സിലെ ക്രാങ്ക് ഇവിടെയും ക്രാങ്ക് ആയിട്ട് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം ലിങ്ക് 4 ഇവിടെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഈ ടൈപ്പ് ഓഫ് ഇൻവേർഷൻ ആണ് ഇതാണ് തേർഡ് ഇൻവേർഷൻ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഓസിലേറ്റിംഗ് സിലിണ്ടർ എൻജിൻ.
അപ്പോൾ ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന ഒരു ഓസിലേറ്റിംഗ് സിലിണ്ടർ എഞ്ചിനായിരിക്കും. അപ്പം നമ്മുടെ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സിലിണ്ടർ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് പണ്ട് കാലത്ത് ഓൾഡ് മറൈൻ എഞ്ചിൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഇത് ടോയ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത തേർഡ് ഇൻവേർഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം. ഇതൊരു ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ്. ഷേപ്പിംഗ് മെഷീനിലും ഫ്ലോട്ടിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്നു. വിത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസവും ഷേപ്പിംഗ് മെഷീനിലും ഫ്ലോട്ടിംഗ് മെഷീനിലും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹാക്സോ മെഷീൻസ് ഇൻ ലാബ് ഇൻ വർക്ക്ഷോപ്പ് ഇതിലൊക്കെ ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ് ഉപയോഗിക്കുന്നത്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം. ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസത്തിൻ്റെ ലൈൻ ഡയഗ്രമാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പം ഇവിടെ CB എന്ന് പറഞ്ഞ ലിങ്ക് ആണ് ക്രാങ്ക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. CB എന്ന് പറഞ്ഞ ലിങ്കിലായിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവുക. CB എന്ന് പറഞ്ഞ ലിങ്ക് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ആംഗുലർ വെലോസിറ്റിയിൽ. B എന്ന് പറഞ്ഞ സ്ലൈഡർ B1 ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. B എന്ന് പറഞ്ഞ സ്ലൈഡർ B1 B2 എന്ന ആർക്ക് സർക്കുലർ പാത്ത് ിലൂടെ മൂവ് ചെയ്യുമ്പോൾ B1 നിന്നും B2 വരെ B1 B2 എന്ന സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കട്ടിംഗ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഫോർവേഡ് സ്ട്രോക്ക് കിട്ടുന്നത്. B2 B1 എന്ന സർക്കുലർ പാത്തിൽ കൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ സ്ട്രോക്കും കിട്ടും. ഫിഗറിൽ നിന്ന് മനസ്സിലാവും B1 B2 എന്ന സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ, അതായത് ഫോർവേഡ് സ്ട്രോക്കിൽ ദിസ് ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം കവർ ചെയ്യുന്ന ആംഗിൾ ബീറ്റയാണ്. അതേപോലെ റിട്ടേൺ സ്ട്രോക്കിൽ ദിസ് മെക്കാനിസം കവേഴ്സ് ആൻ ആംഗിൾ ആൽഫ. നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാകും ബീറ്റ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആൽഫ. സോ ടൈം ഫോർ കട്ടിംഗ് സ്ട്രോക്ക് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ടൈം ഫോർ റിട്ടേൺ സ്ട്രോക്ക്. ഇതിനൊരു മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. 2AP ഡിവൈഡ് ബൈ CB ബൈ AC. AP എന്ന് പറഞ്ഞാൽ ലിങ്ക് 1ൻ്റെ ലെങ്തിനാണ് AP എന്ന് പറയുക. നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാവും. CB എന്ന് പറഞ്ഞാൽ ലിങ്ക് ക്രാങ്കിൻ്റെ ലെങ്ത് ഇനി അടുത്താണ് ഫോർത്ത് ഇൻവേർഷൻ. ഫോർത്ത് ഇൻവേർഷൻ നമ്മൾ ലിങ്ക് 4 ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ ലിങ്ക് 3യിലോ ലിങ്ക് 2യിലാണ് നമ്മൾ ലിങ്ക് 2യിലാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. ലിങ്ക് 3 ക്യാൻ ഓസിലേറ്റ് അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് ആൻഡ് വി ആർ ഗിവിങ് ഇൻപുട്ട് ടു ലിങ്ക് 2. അപ്പോൾ ആ കേസിൽ ലിങ്ക് 1ൻ്റെ അറ്റത്തുള്ള പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ഹാൻഡ് പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പം സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ഫോർത്ത് ഇൻവേർഷനാണ് ഹാൻഡ് പമ്പ്. നമ്മൾ സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ഫസ്റ്റ് ഇൻവേർഷൻ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, എൻ്റെ ആപ്ലിക്കേഷനാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. സെക്കൻഡ് ഇൻവേർഷൻ്റെ ആപ്ലിക്കേഷനാണ് വിത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, റോട്ടറി എഞ്ചിൻ. തേർഡ് ഇൻവേർഷൻ നമ്മൾ പറഞ്ഞു ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം. പിന്നെ ഏതാണ് ഓസിലേറ്റിംഗ് എഞ്ചിൻ. ഫോർത്ത് ഇൻവേർഷൻ്റെ ആപ്ലിക്കേഷനാണ് ഹാൻഡ് പമ്പ്. ഇൻവേർഷൻസ് ഓഫ് എ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഒരു 4 ബാർ ചെയിനിലെ 2 ടേണിംഗ് പെയറുകൾക്ക് പകരം 2 സ്ലൈഡിംഗ് പെയർ വെച്ചാൽ നമുക്കൊരു ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഉണ്ട്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, 2 ടേണിംഗ് പെയറും അല്ലെങ്കിൽ 2 സ്ലൈഡിംഗ് പെയറും അഡ്ജസൻ്റ് ആയിരിക്കണം. ഇത് നമുക്ക് പല ഇൻവേർഷൻസ് ഉണ്ട്, 4 ലിങ്കുകളുണ്ട്. അപ്പോൾ നമുക്ക് 4 ഇൻവേർഷൻസ് വരെ ലഭിക്കാം. പക്ഷേ ഇവിടെ ലിങ്ക് 4ഉം ലിങ്ക് 2ഉം സിമിലർ ആണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും ഒരേ ടൈപ്പ് ഇൻവേർഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 3 ഡിസ്റ്റിങ്സ് ഇൻവേർഷൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ ലഭ്യമാവുക. ഒന്നാമത്തെ ഇൻവേർഷൻ നമ്മൾ ലിങ്ക് 1 ഫിക്സ് ചെയ്യുന്നു. ലിങ്ക് 1 ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻവേർഷൻ്റെ ആപ്ലിക്കേഷനാണ് എലിപ്റ്റിക്കൽ ട്രാമർ. ലിങ്ക് 1 ഫിക്സ് ചെയ്യുന്നു. ലിങ്ക് 2ഉം ലിങ്ക് 4ഉം അതായത് സ്ലൈഡേഴ്സ് ഒരു സ്ലോട്ടഡ് പ്ലേറ്റിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലോട്ടഡ് പ്ലേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ലോട്ടഡ് പ്ലേറ്റ് ആണ് ലിങ്ക് 1. ആ സ്ലോട്ടഡ് പ്ലേറ്റിൽ കൂടെ 2 സ്ലൈഡേഴ്സ് മൂവ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ കപ്ലർ മൂവ് ചെയ്യും. ആ കപ്ലർ മൂവ് ചെയ്യുമ്പോൾ ആ കപ്ലറിൻ്റെ ഏതൊരു പോയിന്റും ഒരു എലിപ്സിൽ കൂടിയായിരിക്കും മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു കപ്ലറിൻ്റെ പോയിന്റ്
traces out an ellipse. അതാണ് എലിപ്റ്റിക്കൽ ട്രാമൽ. ഇനി ഡബിൾ സൈഡ് മെക്കാനിക്സിൻ്റെ സെക്കൻഡ് ഇൻവേർഷൻ നമ്മൾ സെക്കൻഡ് ലിങ്ക് ഫിക്സ് ചെയ്യുക. അതായത് സെക്കൻഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലൈഡർ. അപ്പോൾ സെക്കൻഡ് ലിങ്ക് ഫിക്സ് ചെയ്താലും ഫോർത്ത് ലിങ്ക് ഫിക്സ് ചെയ്താലും ഒരേ മെക്കാനിസം ആണ് കിട്ടുക. അപ്പോൾ സെക്കൻഡ് ഇൻവേർഷനും ഫോർത്ത് ഇൻവേർഷനും സെയിം ആണ്. സെക്കൻഡ് ലിങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്കോച്ച് യോക്ക് മെക്കാനിസം. സ്കോച്ച് യോക്ക് മെക്കാനിസം ഉപയോഗിക്കുന്നത് ഒരു റോട്ടറി മോഷനെ സ്ലൈഡിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കോച്ച് യോക്ക് മെക്കാനിസം ഉപയോഗിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ സ്കോച്ച് യോക്ക് മെക്കാനിസം കാണിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇൻവേർഷൻ, നാലാമത്തെ ഇൻവേർഷനും സ്കോച്ച് യോക്ക് മെക്കാനിസം തന്നെയാണ്. മൂന്നാമത്തെ ഇൻവേർഷൻ നമ്മൾ ലിങ്ക് 3 ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഓൾഡ് ആംസ് കപ്ലിംഗ്. ഓൾഡ് ആംസ് കപ്ലിംഗ് എന്തിനാണ് ഉപയോഗിക്കുക പറഞ്ഞാൽ ആക്സിസുകൾ തമ്മിൽ ചെറിയ മിസ്അലൈൻമെന്റ് ഉള്ള ഷാഫ്റ്റുകളെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓൾഡ് ആംസ് കപ്ലിംഗ്. അപ്പം ഇതിനകത്തുള്ള ഇവിടെ 4 ലിങ്കുകളുണ്ട്. ലിങ്ക് 3 ഫിക്സ് ചെയ്തേക്കുന്നു. ലിങ്ക് 4ഉം ലിങ്ക് 2ഉം 2 ആക്സിസുകളിൽ കപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ലിങ്ക് 1ന് ഒരു റോട്ടറി മോഷൻ ഉണ്ടായിരിക്കും, ഒരു സ്ലൈഡിംഗ് മോഷൻ ഉണ്ടായിരിക്കും. എന്നിട്ട് 2 മിസലേനിയസ് മെക്കാനിസം നമുക്ക് പഠിക്കാം. സ്നാപ്പ് ആക്ഷൻ മെക്കാനിസം. സ്നാപ്പ് ആക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലുള്ളൊരു വളരെ വലിയൊരു റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനായിട്ട് ഇൻപുട്ടിൽ ഒരു സ്മോൾ ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഒരു മെക്കാനിസമാണ് സ്നാപ്പ് ആക്ഷൻ മെക്കാനിസം. അതിനെ ടോഗിൾ മെക്കാനിസം എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ ടോഗിൾ പൊസിഷൻ പറഞ്ഞായിരുന്നു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻഫിനിറ്റി ആയിരിക്കുന്ന പൊസിഷനാണ് ടോഗിൾ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോഗിൾ പൊസിഷനിൽ നമ്മളൊരു ഔട്ട്പുട്ടിലൊരു വലിയ റെസിസ്റ്റൻസിനെ ഇൻപുട്ടിലൊരു ചെറിയ ടോർക്ക് വെച്ചിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ അതേ ആക്ഷൻ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ടോഗിൾ മെക്കാനിസത്തിൽ ഔട്ട്പുട്ടിലുള്ള വലിയ റെസിസ്റ്റൻസിനെ നമുക്ക് ഇൻപുട്ടിലൊരു ചെറിയ ഫോഴ്സ് പോയി തന്നെ ഓവർകം ചെയ്യാൻ കഴിയും. ആ ടൈപ്പ് ഓഫ് മെക്കാനിസമാണ് സ്നാപ്പ് ആക്ഷൻ മെക്കാനിസം അല്ലെങ്കിൽ ടോഗിൾ മെക്കാനിസം. ഇൻഡെക്സിംഗ് മെക്കാനിസം നമുക്കറിയാം. ഒരു സർക്കുലർ പീസിൻ്റെ പെരിഫറീനെ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സിംഗ് മെക്കാനിസം ഉപയോഗിക്കുക. ഇനി കുറച്ച് MCQസിലേക്ക് വരാം. കൈനമാറ്റിക് ലിങ്ക് ഓർ എലമെൻറ്റ് ഇറ്റ്സ് എനി പാർട്ട് ഓഫ് എ മെഷീൻ. ഒരു കൈനമാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ എനി പാർട്ട് ഓഫ് എ മെഷീൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉത്തരമല്ല. ഉള്ളിൽ ഫിക്സഡ് പാർട്ട് ഓഫ് എ മെഷീൻ. ഫിക്സഡ് പാർട്ട് ഒരു കൈനമാറ്റിക് ലിങ്ക് ആകാം, പക്ഷേ ഫിക്സഡ് പാർട്ട് മാത്രമല്ല. ഇനി റെസിസ്റ്റൻറ്റ് ബോഡി ഒരു അസംബ്ലി ഓഫ് റെസിസ്റ്റൻറ്റ് ബോഡീസ് വിച്ച് ഗോ ടു മേക്ക് പാർട്ട് ഓഫ് എ മെഷീൻ കണക്ടിങ് അതർ പാർട്സ് വിച്ച് ഹാവ് മോഷൻ റിലേറ്റീവ് ടു ഇറ്റ്. അതാണ് കറക്റ്റ്. ഒരു കൈനമാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻറ്റ് ബോഡിയാണ്, അല്ലെങ്കിൽ അസംബ്ലി ഓഫ് റെസിസ്റ്റൻറ്റ് ബോഡീസ്. ആ അസംബ്ലിയിൽ റെസിസ്റ്റൻറ്റ് ബോഡീസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാകാൻ പാടില്ല. ആ റെസിസ്റ്റൻറ്റ് ബോഡി അല്ലെങ്കിൽ അസംബ്ലി ഓഫ് റെസിസ്റ്റൻറ്റ് ബോഡീസ് ഒരു മെഷീൻ്റെ ഒരു പാർട്ടായി മാറുന്നു. ആ പാർട്ടും മറ്റു പാർട്ടുകളുമായിട്ട് ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ബോഡിക്കാണ് അല്ലെങ്കിൽ അസംബ്ലി ഓഫ് ബോഡീസാണ് കൈനമാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഫ്ലൈ വീൽ ഫോം 2 കൈനമാറ്റിക് ലിങ്ക്സ്. ആ ക്രാങ്ക് ഷാഫ്റ്റും ഫ്ലൈ വീലും ഒറ്റ ലിങ്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് തമ്മിൽ റിലേറ്റീവ് മോഷൻസ് ഒന്നുമില്ല. അപ്പോൾ അത് 2 കൈനമാറ്റിക് ലിങ്ക്സ് അല്ല. ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഫ്ലൈ വീൽ ഫോം 1 കൈനമാറ്റിക് ലിങ്ക്. ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഫ്ലൈ വീൽ ഫോം 1 കൈനമാറ്റിക് ലിങ്ക് ആണ് കറക്റ്റ്. ക്രാങ്ക് ആൻഡ് ഫ്ലൈ വീൽ ഡു നോട്ട് ഫോം കൈനമാറ്റിക് ലിങ്ക്. അത് പറയാൻ കഴിയില്ല. കാരണം ഈ ക്രാങ്ക് ആൻഡ് ഫ്ലൈ വീൽ മറ്റ് പാർട്ടുകളായിട്ടൊരു റിലേറ്റീവ് മോഷൻ ആണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ അതൊരു കൈനമാറ്റിക് ലിങ്ക് തന്നെയാണ്. ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഫ്ലൈ വീൽ സെപ്പറേറ്റ്ലി ഫോം കൈനമാറ്റിക് ലിങ്ക്സ്. അത് തെറ്റാണ്. അതേപോലെ തന്നെയാണ് ഡിയും. ഒരു ഒറ്റ പാർട്ടാണ്. അപ്പോൾ അത് ഒറ്റ കൈനമാറ്റിക് ലിങ്ക് ആകാനേ സാധ്യതയുള്ളൂ. ജോയിന്റ് ഓഫ് 2 എലമെന്റ്സ് ദാറ്റ് പെർമിറ്റ്സ് റിലേറ്റീവ് മോഷൻ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് ഈസ് കോൾഡ്. മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? പല എലമെന്റുകളുടെ അല്ലെങ്കിൽ ഒരു കൈനമാറ്റിക് ചെയിനിലെ ഒരു ലിങ്കിനെ ഫിക്സ് ചെയ്താലാണ് മെക്കാനിസം കിട്ടുക. മെഷീൻ മെക്കാനിസം ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ഔട്ട്പുട്ട് അതൊരു മെക്കാനിസം മോഷനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മെഷീൻ കൺവേർട്സ് എനർജി ഇൻറ്റു വർക്ക്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഇല്ല. ഒരു കൈനമാറ്റിക് ചെയിൻ റിലേറ്റീവ് മോഷൻ ഇല്ലെങ്കിൽ അതിന് സ്ട്രക്ചർ എന്ന് പറയും. അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്ട്രക്ചർ എന്ന് പറയും. കൈനമാറ്റിക് പെയറാണ്. ജോയിന്റ് ഓഫ് 2 എലമെന്റ്സ് ദാറ്റ് പെർമിറ്റ്സ് റിലേറ്റീവ് മോഷൻ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്. പിന്നെ അതിൻ്റെ ഉത്തരം കൈനമാറ്റിക് പെയറാണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഫോംസ് ടേണിംഗ് പെയർ അല്ല. ടേണിംഗ് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ഒരു സിലിണ്ടറിക്കൽ ഹോളിൽ റൊട്ടേറ്റ് ചെയ്യുന്നു.
പക്ഷേ ആ സിലിണ്ടറിക്കൽ ഹോളിൻ്റെ രണ്ടറ്റത്തും കോളേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ലീനിയർ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. ഒറ്റ ഓൺലി റോട്ടറി മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ, അല്ലെങ്കിൽ റിവോൾവിംഗ് മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ടേണിംഗ് പെയർ. റോളിംഗ് പെയർ എന്ന് പറഞ്ഞാൽ ഒരു ബോൾ അല്ലെങ്കിൽ ഒരു റോളർ ഒരു സർഫസിൽ കൂടെ റോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റോളിംഗ് പെയർ കിട്ടുന്നത്. ഇനി സ്ഫെരിക്കൽ പെയർ എന്ന് പറഞ്ഞാലോ, സ്ഫെരിക്കൽ പെയറാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. സ്ഫെരിക്കൽ പെയറിന് എക്സാമ്പിളാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. സ്ലൈഡിംഗ് പെയർ എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ലോവർ പെയർ? പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ. പിസ്റ്റൺ സിലിണ്ടർ നമ്മൾ സർഫസ് കോൺടാക്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇതൊരു ലോവർ പെയർ ആണ്. റോളിംഗ് പെയർ, റോളിംഗ് പെയറിൽ നമ്മൾ പറഞ്ഞു ഒരു റോളറോ ഒരു ബോളോ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് കോൺടാക്റ്റോ അല്ലെങ്കിൽ ലൈൻ കോൺടാക്റ്റോ ഉള്ളൂ. അപ്പോൾ റോളിംഗ് പെയർ ഹയർ പെയർ ആണ്. ക്യാം ആൻഡ് ഫോളോവർ, ഇപ്പോൾ രണ്ട് രീതിയിൽ ക്യാം ആൻഡ് ഫോളോവർ ഉണ്ട്. റോളർ ഫോളോവർ ആണെങ്കിൽ അവിടെ ഒരു ലൈൻ കോൺടാക്റ്റ് ആണ് ഉണ്ടാവുക. നൈഫ് എഡ്ജ് ഫോളോവർ ആണെങ്കിൽ അവിടെ ഒരു പോയിന്റ് കോൺടാക്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ക്യാം ആൻഡ് റോളർ ഫോളോവർ ഈസ് ഓൾസോ എ ഹയർ പെയർ. ഇനി ഗിയർ പെയർ ഈസ് ഓൾസോ ഹയർ പെയർ, കാരണം അവിടെ ലൈൻ കോൺടാക്റ്റ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ. പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ ഈസ് എ ലോവർ പെയർ. എക്സാമ്പിൾ ഓഫ് റോളിംഗ് പെയർ ഈസ്, റോളിംഗ് പെയർ നമ്മൾ പറഞ്ഞു ഇവിടെ വേറെ ഒന്നുമില്ല. ബോൾ ബെയറിംഗ് ആൻഡ് റോളർ വീൽ. ബോൾട്ട് ആൻഡ് നട്ടോ അത് ഹെലിക്കൽ പെയർ അല്ല, അല്ലെങ്കിൽ സ്ക്രൂ പെയർ ആണ്. ജേർണൽ ബെയറിംഗ് ഒരു ടേണിംഗ് പെയർ ആണ്. ഇനി ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമ്മൾ പറഞ്ഞു അതൊരു സ്ഫെരിക്കൽ പെയർ ആണ്. പുള്ളി തന്നെ ബെൽറ്റ് ഡ്രൈവ് ആക്സസ് സിലിണ്ടറിക്കൽ പെയർ. സിലിണ്ടറിക്കൽ പെയർ അല്ല. സിലിണ്ടറിക്കൽ പെയർ എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റ് ഇന്നെ ഹോള്, അവിടെ കോളേഴ്സ് ഇല്ല. അപ്പം ഷാഫ്റ്റിന് ലീനിയറായിട്ട് മൂവ് ചെയ്യാം, റെസിപ്രോക്കേറ്റും ചെയ്യാം, അതിൻ്റെ ഒപ്പം തന്നെ റൊട്ടേറ്റും ചെയ്യാം. അതിനാണ് സിലിണ്ടറിക്കൽ പെയർ എന്ന് പറയുക. ടേണിംഗ് പെയർ ആണെങ്കിൽ ആ സിലിണ്ടറിക്കൽ പെയറിൽ ആ ഹോളിൻ്റെ സിലിണ്ടറിക്കൽ ഹോളിൻ്റെ രണ്ടറ്റത്തും കോളേഴ്സ് ഘടിപ്പിക്കുന്നു. അപ്പം ഈ സിലിണ്ടറിക്കൽ പെയറിലെ ഷാഫ്റ്റിന് റെസിപ്രോക്കേറ്റ് ലീനിയർ മോഷൻ സാധ്യമാകില്ല, ഓൺലി റോട്ടറി മോഷൻ അല്ലെങ്കിൽ റിവോൾവിംഗ് മോഷൻ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് പെയർ ആണ് ടേണിംഗ് പെയർ. റോളിംഗ് പെയർ, റോളിംഗ് പെയർ നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഒരു ബെൽറ്റ് നമ്മൾ നേരെ വയ്ക്കുകയാണ്, പുള്ളീനെ അതിന് നേരെയുള്ളൊരു സ്ട്രെയിറ്റ് ലൈനുള്ള ഒരു ബെൽറ്റിൽ പുള്ളി റോൾ ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോളിംഗ് പെയർ എന്ന് പറയാം. പക്ഷേ ഇവിടെ കറക്റ്റ് ഉത്തരം റാപ്പിംഗ് പെയർ ആണ്. റാപ്പിംഗ് പെയർ ഇല്ലെങ്കിലാണ് റോളിംഗ് പെയർ നമുക്ക് പറയാൻ കഴിയും. വിച്ച് ടൈപ്പ് ഓഫ് കൈനമാറ്റിക് പെയർ ഈസ് എ യൂണിവേഴ്സൽ ജോയിന്റ്? യൂണിവേഴ്സൽ ജോയിന്റ് ഏത് ടൈപ്പ് ഓഫ് കൈനമാറ്റിക് പെയർ ആണ്? യൂണിവേഴ്സൽ ജോയിന്റ് നമ്മൾ പറഞ്ഞു രണ്ട് ടേണിംഗ് പെയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് ടേണിംഗ് പെയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഒരു യൂണിവേഴ്സൽ ജോയിന്റ്. ടേണിംഗ് പെയേഴ്സ് ലോവർ പെയർ ആണ്, ഇവിടെ ലോവർ പെയർ. ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ടൂത്ത് ഗിയർ ഇൻ എ മെഷ് കോൺട്രിബ്യൂട്ട് ഹയർ പെയർ. ടൂത്ത് ഗിയർ നമ്മൾ പറഞ്ഞു അതിൻ്റെ പെയർ ഹയർ പെയർ ആണ്, അവിടെ ലൈൻ കോൺടാക്റ്റ് ആണുള്ളത്. ബെൽറ്റ് ആൻഡ് പുള്ളി ഡ്രൈവ് കോൺസ്റ്റിറ്റ്യൂട്ട് ഹയർ കൈനമാറ്റിക് പെയർ. അതും ബെൽറ്റ് ആൻഡ് പുള്ളി തിയറി ഓഫ് മെഷീൻസിൽ ഒരു ഹയർ കൈനമാറ്റിക് പെയർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്, കാരണം ബെൽറ്റ് ആൻഡ് പുള്ളിനെ നമ്മൾ മൾട്ടിപ്പിൾ പോയിന്റ് കോൺടാക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ചെയിൻ ആൻഡ് സ്പോക്കറ്റ് ഡ്രൈവ് കൺസ്റ്റിറ്റ്യൂട്ട് ഹയർ കൈനമാറ്റിക് പെയർ. ചെയിൻ ആൻഡ് സ്പോക്കറ്റ് ഡ്രൈവും ബെൽറ്റ് ആൻഡ് പുള്ളി ഡ്രൈവും ഒരേപോലെ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ശരിയാണ്. ഇവിടെ ഉത്തരം ഓൾ ഓഫ് ദി അബോവ്. കൈനമാറ്റിക് ചെയിൻ വിത്തിൽ n ലിങ്ക്സ് വിൽ ഹാവ് n-1 ഇൻവേർഷൻ. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു കൈനമാറ്റിക് ചെയിനിൻ്റെ ഓരോ ലിങ്കും ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇൻവേർഷൻസ് കിട്ടും. അപ്പോൾ n ലിങ്ക്സ് ഉണ്ടെങ്കിൽ n ലിങ്ക്സ് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ n ഇൻവേർഷൻസ് നമുക്ക് കിട്ടും. ആൻ എക്സാമ്പിൾ ഫോർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ ഈസ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ നമ്മൾ പറഞ്ഞു അതൊരു ഇൻകംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷൻ ആയിരുന്നു. പക്ഷേ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് അതിന് കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷൻ ആക്കി. അങ്ങനെയാണെങ്കിൽ അതിനെ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയും. കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നു. ഇൻകംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ ആ പെയറിന് മൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിലുണ്ടെങ്കിൽ അതിനെ ഇൻകംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നു. അപ്പോൾ സിലിണ്ടറിനെ സർക്കുലർ ഹോൾ വിത്ത് കോളേഴ്സ് അത് കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷനാണ്. സിലിണ്ടറിനെ സർക്കുലർ ഹോൾ വിത്തൗട്ട് കോളേഴ്സ് ഇൻകംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷൻ. അതിന് ലീനിയർ മൂവ്മെൻറ്റ് സാധ്യമാണ്, റോട്ടറി മൂവ്മെൻറ്റ് സാധ്യമാണ്. ഫുട് സ്റ്റെപ്പ് ബിയറിംഗ് നമുക്കറിയാം ഒരു വെർട്ടിക്കൽ ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫുട് സ്റ്റെപ്പ് ബിയറിംഗ്. അപ്പോൾ ഫുട് സ്റ്റെപ്പ് ബിയറിംഗിൽ ഫുട് സ്റ്റെപ്പ് ബിയറിംഗ് മാത്രം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതിന് ഒരു വെർട്ടിക്കലായിട്ടൊരു മൂവ്മെൻറ്റ് സാധ്യമാകുമായിരുന്നു, റോട്ടറി മൂവ്മെൻറ്റ് സാധ്യമാകുമായിരുന്നു. പക്ഷേ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് വെർട്ടിക്കൽ മൂവ്മെൻറ്റിനെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷൻ കിട്ടുന്നു. ആ ടൈപ്പ് ഓഫ് മോഷനാണ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. ഫുട് സ്റ്റെപ്പ് ബിയറിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. മറ്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പിസ്റ്റൺ ഇൻ എ സിലിണ്ടർ,
പിന്നെ വാൽവ് മെക്കാനിസം. ഇതൊക്കെ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എക്സാമ്പിൾസ് ആണ്. ആക്ച്വലി ഈ ഒരു ഷാഫ്റ്റിന് വെർട്ടിക്കലായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തത് കാരണം ഈ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് സാധ്യമാകാതെ വന്നു. ഈ ടൈപ്പ് ഓഫ് മോഷനാണ് കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. ഇനിഷ്യലി ഇത് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ ആയിരുന്നു. രണ്ട് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാൻ കഴിയുമായിരുന്നു, റോട്ടറി മൂവ്മെൻറ്റിന് കഴിയുമായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ഇതൊരു കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷനായി. അപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷനെ എക്സ്റ്റേണൽ മീൻസ് ഉപയോഗിച്ച് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ, ഇൻകംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷനെ എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ ആക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഷനാണ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുക. ഫോഴ്സ് സ്റ്റെപ്പ് ബെയറിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. നെറ്റ് ആൻഡ് ബോൾട്ട് മൂവ്മെൻറ്റ് അതൊരു കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷനാണ്. കാരണം അത് ഒരു മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനുള്ളൂ, ഒരു മറ്റേ ഡയറക്ഷൻ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, ലീനിയറായിട്ട് മൂവ് ചെയ്യും. പക്ഷേ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഡിപ്പെൻഡൻ്റ് ആണ് ലീനിയറായിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ അതൊരു കംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷനാണ്. If n is a number of links and j is a number of joints for a successfully constrained motion, j is equal to 3/2 into n minus 2. ആണ് ഇവിടുത്തെ ആൻസർ. ഇരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. ലോവർ പെയർ ആർ മോർ കൺസിസ്റ്റന്റ് ദാൻ ഹയർ പെയർ. കറക്റ്റ് ആണ്. ലോവർ പെയർ സർഫസ് കോൺടാക്ട് ആണുള്ളത്, ഹയർ പെയർ പോയിന്റ് കോൺടാക്ട് അല്ലെങ്കിൽ ലൈൻ കോൺടാക്ട് ആണ്. അപ്പം അതാണ് മോർ കൺസിസ്റ്റന്റ്. പിന്നെ 4-bore mechanism with 4 turning ways. If the link opposite to short link is fixed, a double rocker mechanism is obtained. ഇപ്പോൾ ലിങ്ക് ഓപ്പോസിറ്റ് ടു ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്യുന്നു. അപ്പം ഷോർട്ടസ്റ്റ് ലിങ്ക് കപ്പിളറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് ലിങ്ക് എന്തായാലും നമുക്ക് റോട്ടറി മോഷൻ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ അത് കപ്പിളറാണ്. അപ്പോൾ നമുക്ക് ബാക്കി രണ്ട് ലിങ്കുകളും റോക്കറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതൊരു ഡബിൾ റോക്കർ മെക്കാനിസമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം മീൻസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഇൻവേർഷൻ ഓഫ് സിംഗിൾ സൈഡ് ക്രാങ്ക് മെക്കാനിസം. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് എൻജിൻ. സെക്കൻഡ് ഇൻവേർഷൻ ഓഫ് സിംഗിൾ സൈഡ് ക്രാങ്ക് മെക്കാനിസം ഏതൊക്കെയായിരുന്നു? റോട്ടറി എൻജിൻ, വിത്ത് വർക്ക് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. തേർഡ് ഇൻവേർഷൻ ഓഫ് സിംഗിൾ സൈഡ് ക്രാങ്ക് മെക്കാനിസം ഏതൊക്കെയായിരുന്നു? ഒന്ന് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം, മറ്റൊന്ന് എന്തായിരുന്നു? ഓസിലേറ്റിംഗ് എൻജിൻ. അതാണ് തേർഡ് ഇൻവേർഷൻ ഓഫ് സിംഗിൾ സൈഡ് ക്രാങ്ക് മെക്കാനിസം. ഇനി ഫസ്റ്റ് ഇൻവേർഷൻ ഓഫ് ഡബിൾ സൈഡ് ക്രാങ്ക് മെക്കാനിസം എന്തായിരുന്നു? എലിപ്റ്റിക്കൽ ട്രാമൽ. റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ഗിയേഴ്സ് ഈസ്. ഇവിടെ സ്ലൈഡിങ് ആൻഡ് റോളിംഗ് ആണ് ഉത്തരം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ സൂപ്പർ സ്ട്രക്ചർ. വൺ എന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിസമായി. സ്ട്രക്ചർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആണെങ്കിൽ അതൊരു മെക്കാനിസമാണ്, ഒരു സിമ്പിൾ മെക്കാനിസമാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണെങ്കിൽ അതൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയും വരില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അതാണ് കറക്റ്റ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ സൂപ്പർ സ്ട്രക്ചർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1, അല്ലെങ്കിൽ ലെസ് ദാൻ 0 എന്ന് പറയും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അറ്റ് ടോഗിൾ പൊസിഷൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ്. ടോഗിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് ഇൻഫിനിറ്റി. നമ്മൾ നമുക്ക് പറഞ്ഞതാണ്, വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അറ്റ് ടോഗിൾ പൊസിഷൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് ഇൻഫിനിറ്റി. ഓക്കെ ഗൈസ്, താങ്ക് യു.